അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കോട്ടൊക്കെ എനിക്ക് അവിടുന്ന് കിട്ടുന്നു. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഇത് ബിജു എടുത്തു, ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സമ്പത്തിന് വേണ്ടിയിട്ട് ആയിരിക്കരുത് നമ്മൾ ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യേണ്ടത്. എന്നാൽ സമ്പത്ത് ആവശ്യമാണ്. നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടിയാണ് ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വിശപ്പറിയുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന, നമ്മുടെ ദൈനംദിന ചെലവുകൾ മനസ്സിലാക്കുന്ന തമ്പുരാൻ നമുക്ക് ആവശ്യമുള്ളത് തന്നുകൊള്ളും. ഇന്ന് പണത്തിന് മുൻതൂക്കം കൊടുത്തിരിക്കുന്നതിന്റെ പേരിൽ നിരവധി ശുശ്രൂഷകരും തകർന്നു പോയിട്ടുണ്ട്. ദൈവസന്നിധിയിൽ നിനക്ക് വിശ്വസ്തനാകാൻ സാധിക്കുന്നില്ലെങ്കിൽ നിന്റെ ശുശ്രൂഷ വെറും പാഴാണ്. ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ ശുശ്രൂഷകരെയും ഞാൻ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സാമ്പത്തിക മേഖലയിലെ ആ വിശ്വസ്തത, ദൈവസന്നിധിയിൽ പരിപൂർണമായിട്ട് വിശ്വസ്തനായിരിക്കേണ്ട ആവശ്യകത, നീതി പുലർത്തേണ്ട ആവശ്യകത, ഒന്നാം സ്ഥാനം പണത്തിന് കൊടുക്കുന്നതിലുപരി ഒന്നാം സ്ഥാനം ശുശ്രൂഷയ്ക്കും ദൈവത്തിനും കൊടുക്കേണ്ട ആവശ്യകത. അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ നീ ആത്മീയ ജീവിതത്തിലും നിന്റെ ശുശ്രൂഷ ജീവിതത്തിലും നീ വളരുകയുള്ളൂ. ഇല്ലെങ്കിൽ നീ ദിനം പ്രതി അഴുകി നീ തീരും. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ സഭാവിഭാഗത്തിലെയും വചനപ്രഘോഷണ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട ശുശ്രൂഷകരെയും വചനപ്രഘോഷകരെയും ഞാൻ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളും പരിശുദ്ധാത്മാവ് നടത്തി തരും.